മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ഹസനെ CPM മുഖപത്രം ദേശാഭിമാനി വിമർശിച്ച് എഴുതിയിരിക്കുന്നു. ഡോക്ടർ ഹാരിസ് ഹസന്റെ പ്രതികരണം തെറ്റിദ്ധാരണ പരത്തിയെന്ന മുഖപ്രസംഗത്തിൽ. അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് തയ്യാറായില്ല. ദേശാഭിമാനിയിലെ മുഖപ്രസംഗത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അതേപോലെ പ്രതികരിക്കാതെ കടന്നുപോയ വീണ ജോർജിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ MG പ്രതീക്ഷയും ചേരും. ആദ്യം മേഘനയിലേക്ക്. മേഘന, ഗുഡ് മോർണിംഗ്. പറയൂ, ഈ ദേശാഭിമാനിയിലെ മുഖപ്രസംഗം അതിനിശ്ചിതമായ വാക്കുകളിലാണോ എഴുതിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് SK. അതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ഹസനെതിരെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ തുടരുകയാണ്. അതിൽ ഇന്നലെ മുഖ്യമന്ത്രി ഈ പ്രതികരിക്കേണ്ട മാർഗം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞായിരുന്നു ഹാരിസ് ഹസനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു പിന്നാലെയാണ് പാർട്ടി മുഖപത്രവും കടുത്ത ഭാഷയിൽ തന്നെ ഹാരിസ് ഹസനെ വിമർശിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഒരു പ്രസ്താവനകൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് തെറ്റിദ്ധാരണ പരത്തി എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തിയെങ്കിലും അതിൽ ആരോഗ്യവകുപ്പ് സർക്കാരും കൃത്യമായി ഇടപെട്ടു. അതിൽ ഈ ഒരു രത്നച്ചുരുക്കം ഈ ഒരു ഹാരിസ് ഹസൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഉപകരണക്ഷാമം ഉണ്ട് എന്നുള്ളതാണ്. അത് പരിഹരിച്ചു. അതുപോലെ തന്നെ അത് സാഹചര്യം അന്വേഷിക്കാനുള്ള സമിതി അടക്കം നിയോഗിച്ചു എന്നുള്ളതാണ്. അതിൽ ഈ ഒരു പ്രസ്താവനയും ഈ പ്രസ്താവനകളും അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടിയ മാർഗവും തെറ്റായിരുന്നു എന്നുള്ളത് തന്നെയാണ് പാർട്ടി മുഖപത്രവും പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായും മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് അതൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമായി നടന്നു. അതിൽ പ്രധാനമായും പൊതുജനാരോഗ്യ മേഖല തകർക്കുന്ന അല്ലെങ്കിൽ പൊതുജനാരോഗ്യ മേഖലയെ മുച്ചൂടും തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് പ്രതിപക്ഷം നടത്തുന്നത് എന്നുള്ളതാണ്. അതിൽ തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ശ്രമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് പൊതുജനാരോഗ്യ മേഖലയെ അടക്കം തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിന് ഹാരിസ് ഹസൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഈ ആരോഗ്യ മേഖല എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ദേശാഭിമാനി ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.